ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇൻഡിഗോ പുതിയ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം UK-ലും നെതർലാൻഡ്സിലൊക്കെ ഉള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഇൻഡിഗോയിൽ യാത്ര ചെയ്യാം. ഇൻഡിഗോ 6E31 എന്ന ഫ്ലൈറ്റാണ് മാഞ്ചസ്റ്ററിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡിഗോ 6E21 എന്ന ഫ്ലൈറ്റാണ് ആംസ്റ്റർഡാമിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. രണ്ട് ഫ്ലൈറ്റ്സും ഓപ്പറേറ്റിംഗ് സ്റ്റാർട്ടായി. ജൂലൈ 1-നാണ് മുംബൈ ടു മാഞ്ചസ്റ്റർ ഓപ്പണിംഗ് ഫസ്റ്റ് ഇനാഗ്രൽ ഫ്ലൈറ്റ് റൺ ചെയ്തത്. അപ്പം വെറും എക്കോണമി പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ 22,000 റുപ്പീസൊക്കെ ഉള്ളൂ. ഏകദേശം നമുക്കിവിടുന്ന് ദുബായ് പോലും പോകുന്ന ചിലവ് പോലും ഇല്ല ഇവിടുന്ന് ഇപ്പോൾ മാഞ്ചസ്റ്റർ വരെ പോകാൻ. അതുപോലെ നമുക്കറിയാം GCC കൺട്രീസിലൊക്കെ ഇപ്പം അഫോർഡബിളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു എയർലൈൻ കൂടിയായിരുന്നു ഇൻഡിഗോ. അവരുടെ ലോങ്ങസ്റ്റ് റണ്ണിങ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്താൻബുളിലായിരുന്നു, തുർക്കിയിലേക്ക്. അപ്പോൾ ഇപ്പോൾ അവരത് മാഞ്ചസ്റ്ററിലേക്കും യൂറോപ്പ് സെക്ടറിലേക്കും സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ തന്നെ യൂറോപ്പിലെ തന്നെ പല പല സെക്ടേഴ്സിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൻ്റെ എക്കോണമി പ്രൈസ് വരുന്നത് തന്നെ 49,000 സംതിങ് എന്തോ വരുന്നുള്ളൂ. ബിസിനസ് ക്ലാസ് എന്നല്ല അവർ പറയുക, സ്ട്രെച്ച് എന്നാണ് പറയുക. ഇൻഡിഗോ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ബിസിനസ്, നമ്മൾ സാധാരണ നോർമൽ ഫ്ലൈറ്റ്സിൽ ബിസിനസ് ക്ലാസ് പോലത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവർ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പുതിയ ഫ്ലൈറ്റ്സും കാര്യങ്ങളും പുതിയ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നോർസ് അറ്റ്ലാന്റിക് എയർലൈൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ലീസിനെടുത്തിട്ടാണ് അവർ ഈ ഫ്ലൈറ്റ്സ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഡ്രീം ലൈനറാണ് 787 ആണ്. ഡ്രീം ലൈനർ 787 ആണ് രണ്ടിടത്തേക്കും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മുംബൈ ടു മാഞ്ചസ്റ്ററും മുംബൈ ടു ആംസ്റ്റർഡാമും ആണ്. അപ്പോൾ വൈകാതെ തന്നെ അത് കൊച്ചിയിൽ നിന്നും പറക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം ഈ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് നമുക്ക് കൊച്ചിയിൽ നിന്ന് മുംബൈ ചെന്നിട്ട് വേണം മുംബൈയിൽ നിന്ന് ഈ ഫ്ലൈറ്റ് എടുക്കാൻ. എന്നാലും ഇത്രയും റേറ്റ് നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടും. സോ എല്ലാവരും ആ ഫ്ലൈറ്റ്സ് ഡു ചെക്ക് ദാറ്റ്. ഇൻഡിഗോ ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ അല്ലേ? ഓക്കെ, അപ്പോൾ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകാൻ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ 3-5 പേരൊക്കെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ അഫോർഡബിൾ ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ ഡു ചെക്ക് ഇറ്റ്. തന്നെ ഇതൊരു നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ്. എങ്ങും കണക്ഷനും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും ചീപ്പ് റേറ്റിന് ഇതുപോലെ ഒരു കണക്ഷനും കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നോൺ സ്റ്റോപ്പ് ഓടുന്ന ഫ്ലൈറ്റ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യുക. ഇനിയുള്ള ഫ്ലൈറ്റ്സൊക്കെ ഇൻഡിഗോയിലാവട്ടെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു എയർലൈൻ കൂടിയാണ്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. താങ്ക്